അഷ്ടബുദ്ധി ഗുണങ്ങൾ നമ്മളുടെ ആത്മശക്തിയെ, ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്തും കൂടി വേണം? മനസ്സും കൂടി വിചാരിക്കണം. നമ്മളുടെ ഇച്ഛ എന്തിൻ്റെ അണ്ടറിൽ വരണം? ആത്മാവിൻ്റെ അണ്ടറിൽ വരണം. ബുദ്ധിയുടെ, ജ്ഞാനശക്തിയുടെ അണ്ടറിൽ നമ്മളുടെ ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് വരണം. ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സാണ് നമ്മളെ ചിട്ടപ്പെടുത്തുന്നത്. നമ്മളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് ആരാണ്? മനസ്സാണ്, അല്ലേ? ബ്രഹ്മശക്തിയുടെ അണ്ടറിൽ മനസ്സ് വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങളെ ഹരിച്ച് ഗുണിച്ച് അതിൻ്റെ ഫലത്തെ അനുഭവിക്കാവുന്ന രീതിയിൽ ബ്രഹ്മശക്തിയുടെ ആ ബോധത്തിൻ്റെ അണ്ടറിൽ സകല ഇന്ദ്രിയങ്ങളെയും വർക്ക് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമ്മളെ ലക്ഷ്യപൂർത്തീകരണത്തിന് നമ്മൾ എന്താണോ പരമമായിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം, ആ ധനികതയിലേക്ക്, ആധുനികതയിലേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ മനസ്സെങ്ങനെ വരണം? നമ്മളുടെ ബ്രെയിൻ്റെ അണ്ടറിൽ വരണം. ക്രിയേറ്റീവ് ഹെഡ് എവിടെയാണ് ഇരിക്കുന്നത്? എല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ, നമ്മളുടെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതാരാണ്? ഏഴാം ആകാശത്തിന് മുകളിൽ ഇരിക്കുന്ന ആളല്ല, നമ്മളുടെ ബ്രെയിനിൽ ബ്രഹ്മകപാലത്തിനകത്തിരിക്കുന്ന ആളാണ്. അതാരാണ്? അത് ബ്രഹ്മശക്തിയാണ്. അതിന് ബ്രഹ്മാവിൻ്റെ ഗുണമാണ്. അത് ബീജാത്മാവിൻ്റെ ഗുണമാണ്. ആ ബ്രഹ്മശക്തി എങ്ങനെയാണ് നമുക്ക് ആർജിച്ചിരിക്കുന്നത്? അത് ബീജാത്മാവിൻ്റെ ഗുണം കൊണ്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബ്രെയിൻ ആരുടേതാണ്? അത് മനുഷ്യൻ്റെതാണ്. ആ ബ്രഹ്മശക്തിയാണ് നമ്മളുടെ മുകളിൽ എല്ലാം ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഏറ്റവും നല്ല ക്യാമറയാണ് നമുക്ക് രണ്ടെണ്ണം ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഏറ്റവും വലിയ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ശ്വസനത്തിലൂടെ നമുക്ക് ആ ബ്രഹ്മശക്തിയുടെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുവാൻ കഴിയും.